കോൺഗ്രസ് അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തെല്ലാമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരം ഏറ്റെടുക്കുമ്പോൾ ചർച്ച ചെയ്യേണ്ടത്? എന്തെല്ലാമാണ് ഈ നാട്ടിൽ അവർ ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾ? അതിനെ എങ്ങനെയാണ് അവർ ടാക്കിൾ ചെയ്യാൻ പോകുന്നത്? ഇതൊന്നുമല്ല. പരിപൂർണമായി കോൺഗ്രസ് മുഖ്യമന്ത്രി കസേരയിലും മന്ത്രി കസേരയിലേക്കും വേണ്ടി അടിയോടടിയാണ് ഘടകകക്ഷികളും കോൺഗ്രസും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടിയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തോടു കൂടി കോൺഗ്രസ് നേടിയെടുത്തത്. കേരളത്തിൽ പരിപൂർണമായി BJPയുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. കഴിഞ്ഞ സമയങ്ങളിൽ ഒരു സീറ്റ് കിട്ടുമോ കിട്ടില്ലയോ, നിയമം കിട്ടുമോ കിട്ടില്ലയോ, ഒരുപക്ഷെ പാലക്കാട്, അതിനപ്പുറം കാസർഗോഡ്, മഞ്ചേശ്വരം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിടത്തു നിന്നാണ് ടെലിവിഷൻ സ്ക്രീനുകളിൽ 1, 2, 3 എന്നുള്ള നിലയിലേക്ക് BJP കയറിപ്പോയത്. അടുത്ത 2031 ആകുമ്പോൾ BJP 2 അക്കം പോലും കടന്നു പോകുമോ എന്നുള്ള രീതിയിലേക്ക് രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ചയും വെക്കുന്നു. BJP മത്സരിച്ചു ജയിച്ചെടുത്തു മുഴുവനും BJP ടൈറ്റ് ഫൈറ്റ് കൊടുത്തത് 2ാം സ്ഥാനത്തുണ്ടായിരുന്നത് ആരാണ്? ഇടതുപക്ഷം. ഓരോ സ്ഥലത്തും സ്ഥാനാർത്ഥികളെ കൊണ്ടുപോയിട്ട് ഒരു ത്രികോണ പോര് കൊണ്ടുവന്ന് പരിപൂർണമായി വോട്ടുകൾ ശേഖരിച്ച് ഒരു സാന്നിധ്യമായി മാറി BJPക്കുള്ള വിജയമാണ് കോൺഗ്രസ് നേടിയെടുത്തത് എന്നുള്ളതാണ്. CPM BJP ഡീൽ എന്ന് രാത്രിക്ക് രാമായണം മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾ മാത്രമാണ് BJPക്ക് ഇവിടെ 3 സീറ്റ് കൊടുത്തത് എന്ന് പറയേണ്ടി വരും. KC വേണുഗോപാലോ രമേശ് ചെന്നിത്തലയോ VD സതീശനോ ആര് മുഖ്യമന്ത്രിയായാലും ഘടകകക്ഷികൾ എത്രമാത്രം വലിയ സീറ്റ് നേടിയെടുത്ത് മന്ത്രി കസേരകൾ ഉറപ്പിച്ചാലും അസ്വാരസ്യമുള്ളവർ, വിഷമമുള്ളവർ, സീറ്റ് കിട്ടാത്തവർ ആദ്യം ആ ചർച്ച അടച്ചിട്ട റൂമിലോ ഒരു സദസ്സിലോ എവിടെ വേണമെങ്കിലും വലതുപക്ഷം നടത്തിക്കോട്ടെ. ആദ്യം ഉരുത്തിരിഞ്ഞു വരുന്നത് എന്തായിരിക്കുമെന്നറിയോ? അസ്വാരസ്യമുള്ളവർ, തൃപ്തരല്ലാത്തവർ BJP പാളയത്തിലേക്ക് പോകുമോ എന്നുള്ളത്. കോൺഗ്രസ് ഒരു ചെറിയ അതൃപ്തി ഉണ്ടായാൽ പോലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ പോർച്ചായി BJP മാറുന്നു എന്നുള്ളതാണ്. മണിയാശാൻ എപ്പോഴും പറയുന്നത് പോലെ ഇടതല്ലാതെ ബദലാര്, ഈ നാട് BJPക്ക് കയ്യിൽ കൊണ്ടുപോയി കൊടുത്ത ആളുകളല്ലേ കോൺഗ്രസ് എന്ന്. മണിയാശാൻ ആ ഒരു ആവേശത്തോടെയും ഒരു നാട്ടിൻപുറത്തിന്റെ ശൈലിയോടെയൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ട് കടന്നു കഴിഞ്ഞു പോകും. പക്ഷെ ഈ നാട്ടിൽ BJP ഭരണം ഉറപ്പിച്ച് 3ാം മോഡി സർക്കാർ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഈ നാട് വർഗീയമായി ചിന്തിച്ചു എന്നുള്ളത് കൊണ്ടല്ല, കാവ്യ രാഷ്ട്രീയം ഈ നാട്ടിൽ പടർന്നു പന്തയിച്ചു എന്നുള്ളത് മാത്രമല്ല, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം എടുക്കേണ്ട സ്റ്റാൻഡുകൾ എടുക്കാതെ ഏതു സമയത്തും നിലപാട് ഉറച്ച് നേതാക്കൾ നിന്നില്ല എന്നുള്ളത് കൂടിയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ കേരളത്തിൽ കൂടി കാവ്യ രാഷ്ട്രീയം പടർന്നു പിടിക്കുമ്പോൾ ഇവിടെ CPM എന്ന് പറയുന്ന ബദൽ സംവിധാനത്തെ ദുർബലമാക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ്. AK ആന്റണി എന്ന അതികായകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചതുപോലെ ഇടതിന്റെ തളർച്ച ഈ നാട്ടിൽ ഒരു 3ാം ശക്തിയെ ഉണർത്തെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞതുപോലെ കാവ്യരാഷ്ട്രീയത്തിലേക്ക് ഏത് നിമിഷവും അതൃപ്തർ കടന്നു ചെല്ലാകുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് അവശേഷിക്കുമ്പോൾ ടൈറ്റ് ഫൈറ്റ് നിന്നിരുന്ന പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ ഇട്ട് മാക്സിമം വോട്ട് പിടിച്ച് BJPക്ക് സീറ്റ് ഉറപ്പിച്ചു കൊടുത്ത വലതുപക്ഷത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കടന്നു കഴിഞ്ഞു പോയി എന്നുള്ളതാണ്.